പോലുള്ള മന്ത്രിമാരാണ് വേണ്ടത്. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ നേട്ടങ്ങളാണ് പുള്ളിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ലേഡീസ് ആണെങ്കിൽ തന്നെ ജസ്റ്റ് എച്ചെടുത്ത് അവർ വരികയെ മറ്റുള്ള വണ്ടിക്കാർക്ക് എന്തെന്ത് ദുരിതങ്ങൾ അവർ ഉണ്ടാക്കണം. ഈ ഓട്ടോറിക്ഷക്കാർക്ക് എന്ത് നിയമമായാലും ഓട്ടോറിക്ഷക്കാരെ പുറത്താണ് വേണ്ടത്. നിയമം പാസ്സാക്കി വെച്ചിട്ട് വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. വളരെ നല്ല അഭിപ്രായമാണ് പുള്ളിയുടെ. പിന്നെ പുള്ളിനെ പോലുള്ള മന്ത്രിമാരാണ് വേണ്ടത്. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ നേട്ടങ്ങളാണ് പുള്ളിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ലൈസൻസ് നിയമങ്ങൾ പറയുന്നത് 8H മാത്രം പോരാ, ഈ കയറ്റത്തിൽ ബ്രേക്ക് പിടിച്ച് നിർത്തൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ നിബന്ധനകൾ പറയണ്ടല്ലോ. അപ്പൊ ലേണേഴ്സിന് 30 ക്വസ്റ്റ്യൻ 25 വേണം, 20 30 എടുക്കുന്ന ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ പുതുതായി ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്ക് എത്രത്തോളം പ്രാവർത്തികമായിരിക്കും? കാരണം ഒരുപാട് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയാവുന്നു. ശരിക്കും വളരെ നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ ഈ ഒന്നും അറിയാൻ മേലാത്തവർ വന്ന് എന്തെങ്കിലും കാണിച്ച് ലൈസൻസ് കൊടുക്കണത് അതിന് വളരെ മാറ്റങ്ങളാണ് വരേണ്ടത്. അതായത് ഇപ്പോൾ പാർക്ക് ചെയ്യാൻ അറിയാൻ മേലാത്ത ഇപ്പൊ എങ്ങനെയെങ്കിലും വെച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ നേരെ വണ്ടി ഓടിച്ച് റോഡിലോട്ടിറങ്ങും. മറ്റുള്ള വണ്ടിക്കാർക്കാണ് മൊത്തം ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ തന്നെ ജസ്റ്റ് എച്ചെടുത്ത് അവർ വരികയെ മറ്റുള്ള വണ്ടിക്കാർക്ക് എന്തെന്ത് ദുരിതങ്ങൾ അവർ ഉണ്ടാക്കണം. ഈ വണ്ടിയായിട്ട് മുമ്പിലോട്ടിറങ്ങിയിട്ട് വന്ന് നടുക്ക് നിർത്തി തൊട്ട് മറ്റേത്തിയുടെ ഇൻഡിക്കേറ്റർ ഇടുള്ളൂ റൈറ്റിലോട്ട്, നമ്മളതിന്റെ പുറകെ ചവിട്ടും വണ്ടിയിലോട്ടൊക്കെ. ഓട്ടോറിക്ഷക്കാർക്ക് എന്ത് നിയമമായാലും ഓട്ടോറിക്ഷക്കാരെ പുറത്താണ് വേണ്ടത്. വേറെയുള്ള വണ്ടിക്കാർക്കൊന്നും പറയാനില്ല. നിസ്സാര ഒരു കണ്ണാടി വെച്ചാൽ പോലും, സൈഡ് മിറർ വെച്ചാൽ പോലും അവരെയാണ് കയറി പിടിക്കുന്നത്. വേറെ വണ്ടിക്കാരുള്ള ബസ്സുകാരും കുഴപ്പം എല്ലാം ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഓട്ടോറിക്ഷക്കാരെ പുറത്താണ് എല്ലാ നിയമങ്ങളും നടപ്പാക്കുന്നത്. അപ്പൊ അങ്ങനെ വണ്ടി ഇവിടെ മാറ്റിയിട്ടിരിക്കേ, ഇതിലെ കണങ്ങൾ PKS എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ മാറ്റിയിട്ടിരിക്കേ. ബ്ലേഡിൽ നിന്ന് പൈസ എടുത്താണ് വണ്ടി പോണത്. ഇപ്പൊ സർക്കാർ മന്ത്രി മാറിയെന്നും പറഞ്ഞ് നിയമം മാറ്റി വെച്ചിരിക്കുക. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കേരളത്തിൽ ഇത് ചെയ്ത് കൊടുക്കണില്ല. ഇതൊക്കെ എന്നാ നിയമം? അധികൃതരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞാൽ അവർക്ക് ഉത്തരവ് വന്നിട്ടില്ലെന്നാ പറയണം. എന്നാ അതിന് മുമ്പ് എന്തിനാ പൈസ ഈടാക്കി? എന്തിനാ പൈസ ഈടാക്കിയിട്ടല്ലേ ഇത് പറയണം? അത് മര്യാദയാണോ? അങ്ങനെ പൈസക്ക് എടുത്ത് പണവെച്ചിരിക്കുന്ന വണ്ടിയൊക്കെ കിടക്കണം. ഓടിക്കാൻ പറ്റുമോ? ഓടിച്ച് ഇവരെങ്ങാനും എന്തോ ഒരു തട്ടാമുട്ട പറ്റിക്കഴിഞ്ഞാൽ ഇവരെ നിയമം മാറിയല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടപ്പാക്കുന്നത്. അപ്പൊ അതൊരു മന്ത്രി മാറിയെന്നും പറഞ്ഞ് നിലവിലുള്ള നിയമങ്ങൾ നമ്മൾ ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിയമം ഭേദഗതി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ഒരു ഭേദഗതിയും വരാതെ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ ശരിക്കും ഉപദ്രവിച്ചോണ്ടിരിക്കുകയാണ്. എന്തോ? അതെ അതെ, ഇതിപ്പോ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കിയത്. ഈ വണ്ടി കൊണ്ടുവന്ന് ഫീസ് വിളച്ച് കൊണ്ടുവന്ന് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇത് ടെസ്റ്റ് ചെയ്ത് തരികയാണ് കൊണ്ടുപോകാൻ പറയണത്. എന്നാൽ ഇതിനു മുമ്പ് ഞാൻ പറയാൻ പറ്റാതെ ചോദിച്ച അനുവാദം മേടിച്ചിട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. അനുവാദം മേടിച്ച് വണ്ടി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞ് അപ്പോഴാണ് പറയുന്നത് 1-ാം തീയതി വരെ നിയമം ഉണ്ടായിരുന്നുള്ളൂ പറയണം. അല്ലെങ്കിൽ ഇവര് നേരത്തെ അറിയിക്കണ്ടേ? ഈ പൈസയും മുടക്കിയാൽ ആ വണ്ടി മാറ്റിയിടിക്കലായിരുന്നു പണിയാതെ. അപ്പൊ അവരെന്നിട്ട് വെറുതെ ഇളക്കി വണ്ടി ഓടിക്കാൻ പറ്റിയല്ല. ഒരു മന്ത്രി മാറിയെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. മന്ത്രി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു മന്ത്രിസഭായോഗം കൂടിയിട്ട് നിയമ ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ ഇതൊന്നുമില്ലാതെ ചുമ്മാ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ വണ്ടി കൊണ്ട് ഇയാള് ടെസ്റ്റ് ചെയ്ത് തരികയാ കൊണ്ടുപോക്കാം. നിയമം മാറി മന്ത്രി മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ ലൈസൻസ് നിയമങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ. ഇനി H മാത്രം എടുത്താൽ പോരാ, പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അതെ അതെ, അല്ല ഈ പാർക്കിംഗ് നിയമങ്ങളൊക്കെ അത് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ റോഡിന് വീതി ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മളൊരു നിയമം പാസ്സാക്കി വെച്ചിട്ട് വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. ആദ്യം അങ്ങനെയുള്ള സ്ഥലത്ത് ശരിയാണ്. ഇത് വീതിയില്ലാത്ത റോഡിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ നമ്മളിവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. നമ്മൾ ടാക്സ് കൊടുക്കുന്നതല്ലേ. നമ്മൾ സാധാരണക്കാരനെന്ന് വെച്ചാൽ നമുക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ശരിയല്ലത്. അത് റോഡിന് വീതി കൂട്ടേണ്ടതാണ് ആദ്യ ചുമതല സർക്കാരിനുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. സിറ്റികളിൽ ഓരോ ദിവസവും നമ്മുടെ ഇവിടെ തന്നെ വാഹനങ്ങളുടെ എണ്ണങ്ങൾ കൂടുതലാണ്. ഡെയിലി ഇപ്പൊ ആ കൊറോണ കാലത്ത് ഒരു വീട്ടിൽ 2 വാഹനം വെച്ചെന്ന രൂപത്തിലായി 2 വീലറിന്റെ കാര്യത്തില്. ഇപ്പൊ ഈ പ്രദേശത്തിന് പ്രത്യേകതയുണ്ട്. ഈ പ്രദേശം വൈക്കം പൂത്തോട്ടം മുതൽ ഇങ്ങോട്ട് ആക്സിഡന്റുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് കുറച്ച് വർഷങ്ങളായിട്ട്. കാരണം ഇവിടെ അത്രയ്ക്ക് റോഡിന് സൗകര്യമില്ല. വാഹനങ്ങളുടെ എണ്ണം കൂടി, പക്ഷെ റോഡിന് സൗകര്യമില്ല.
അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ പാസ്സാക്കേണ്ടത് ഏത് തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കുമ്പോഴും റോഡ് ടാക്സ് മേടിക്കുന്നതാണ് സർക്കാർ. അതനുസരിച്ചുള്ള വികസനം റോട്ടിൽ ഉണ്ടാകണം. റോഡൊന്ന് കുണ്ടും കുഴിയും മാത്രമല്ല, സൈഡിൽ സ്ഥലം എടുത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി ജംഗ്ഷനുകൾ വികസിക്കണം. വാഹനങ്ങൾ അതേപോലെ മുഴുപ്പിൽ വാഹനങ്ങൾ വരുന്നത്. ഇപ്പൊ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു പോരിയല്ല. ഇതൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവരോട് വലിയ ടാക്സി ഈടാക്കുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. കാരണം നമ്മളെ സാധാരണ ഇപ്പൊ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലല്ലേ മന്ത്രി ആലോചിച്ചിരിക്കുന്നത്. ആ പരീക്ഷ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതാണല്ലോ. നമ്മള് എടുത്തിയാടി ഒരു മറുപടി പറയണത് ശരിയല്ല. നിയമങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുമൊക്കെ വരും. അങ്ങനത്തെ അത്ര ഒരു നിയമം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഗതാർഹമാണത്. ഇല്ല, അത് വെറും നിയമങ്ങൾ മാത്രമാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പുള്ളി എന്തൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ നടപ്പിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ജനങ്ങൾ ദോഷം വരുന്നുണ്ട്, ഗുണം വരുന്നുണ്ട്. എന്തായാലും ഇപ്പൊ പുരുഷന്മാരിൽ കൂടുതൽ സ്ത്രീകൾ വാഹനം ഓടിക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേര് ഈ പറഞ്ഞ പോലെ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞായിരുന്നു പലരും ലൈസൻസ് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ശരിയാണ്, ഇത് ഒരു മോഹം കൊണ്ട് എല്ലാവരും ലൈസൻസ് എടുക്കുന്നതാണ്. ചിലവർ ജീവിതമാർഗമായിട്ട് മാറുന്നു, ഇല്ലാത്തവരും അത് ഉപേക്ഷിക്കുന്നു. അത് സൈക്കിൾ ഓട്ടാൻ പോലും അറിയാത്തവർ ഒരു ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ ഇത്ര തിരക്കേറിയ വാഹനത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ഓടിക്കാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ.